Hi everyone, welcome to Xello English. I am Aksa. And I'm Fabi, and today we are here to discuss some of the most commonly made mistakes. നമ്മൾ പൊതുവെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുത്തുന്ന കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാതെ ചില സാധനങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ട് തെറ്റിപ്പോവാറുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യം ചോദിക്കാവേ. സോ ഫാബി, നമ്മൾ ഐ ആം മോർ ബെറ്റർ ദാൻ ഹിം എന്ന് പറയോ ഇല്ലയോ? ഐ ആം മോർ ബെറ്റർ ദാൻ ഹിം, ഞാൻ അവനേക്കാൾ നല്ലതാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നതാണ് സംഭവം. പക്ഷേ ഇവിടെ തെറ്റാണെന്ന് വെച്ചാൽ നമ്മൾ മോർ ബെറ്റർ എന്ന് പറയില്ല. കാരണം ബെറ്റർ എന്ന് പറയുന്നത് ഓൾറെഡി ഗുഡിൻ്റെ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, ബെറ്റർ എന്ന് വെച്ചാൽ ഓൾറെഡി മോർ ഗുഡ് എന്നാണ് അതിന് അർത്ഥം വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മോർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഐ എം ബെറ്റർ ദാൻ ഹിം അല്ലെങ്കിൽ ഹി ഇസ് ബെറ്റർ ദാൻ മീ എന്നൊക്കെ പറഞ്ഞാൽ മതി. അവിടെ മോറിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ പൊതുവെ വരുത്തുന്ന മിസ്റ്റേക്ക് ആണ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ് വെന്റ് ദേർ എന്ന് പറയും. അത് ശരിയാണോ? അത് നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് അല്ലേ? എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ് വെന്റ് ദേർ അല്ലെങ്കിൽ മീ ആൻഡ് മൈ ഫ്രണ്ട്സ് അറ്റൻഡഡ് എ പാർട്ടി വാട്ട് എവർ. ഓക്കെ, പക്ഷെ നമ്മൾ ഒരിക്കലും മീ ആൻഡ് മൈ ഫ്രണ്ട്സ് എന്ന് പറയത്തില്ല. കാരണം എന്താ, ഞാൻ എന്നുള്ളത് അവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന കേസിലെല്ലാം നമ്മൾ ഐ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വെന്റ് ദേർ എന്ന് പറയാൻ പറ്റും. ഇനി ഇപ്പം നമ്മൾ മീ ആൻഡ് മൈ ഫ്രണ്ട്സ് മാറ്റി മീക്ക് പകരം ഐ ചേർക്കണം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഡൗട്ട് കാണും, ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റും. അഗെയിൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഐ നമ്മൾക്ക് അങ്ങനെ സബ്ജക്ട് പൊസിഷനിൽ കൊണ്ടിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ എന്ന് വേണം പറയാൻ വേണ്ടി. ഐ എപ്പോഴും അവസാനം പറയണം. അക്സ ആൻഡ് ഐ എന്ന് പറയണം. ഐ ആൻഡ് അക്സ എന്ന് പറയാൻ പറ്റില്ല, അത് തെറ്റാണ്. ഓക്കെ, നമ്മളൊരു കാര്യം പറയുമ്പോൾ ഐ എപ്പോഴും അവസാനം പറയണം എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ വീക്കെൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇൻ ദ വീക്കെൻഡ് എന്ന് പറയും. അതായത് ഐ വെന്റ് ഓൺ എ ട്രിപ്പ് ഇൻ ദ വീക്കെൻഡ് അങ്ങനെ നമ്മൾ പറയും. നമ്മൾ വീക്കെൻഡ് എന്ന് റെഫർ ചെയ്യുമ്പോൾ അവിടെ ഇൻ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ അറ്റ് അല്ലെങ്കിൽ ഓൺ. ഐ വെന്റ് ഓൺ എ ട്രിപ്പ് ഓൺ ദി വീക്കെൻഡ് അല്ലെങ്കിൽ അറ്റ് ദി വീക്കെൻഡ് എന്നാണ്. സോ ഇൻ ദ വീക്കെൻഡ് അല്ല, ഓൺ ദി വീക്കെൻഡ് അല്ലെങ്കിൽ അറ്റ് ദി വീക്കെൻഡ് എന്നാണ് റെഫർ ചെയ്യേണ്ടത്. സംഭവിച്ച കാര്യങ്ങളെ പറ്റി നമ്മൾ എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇൻ ദ വീക്കെൻഡ് എന്ന് യൂസ് ചെയ്യാതിരിക്കുക, ഓൺ അല്ലെങ്കിൽ അറ്റ് യൂസ് ചെയ്യുക അല്ലേ? റൈറ്റ്. പിന്നെ നമ്മൾ പൊതുവെ പറയുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ മുടിയൊക്കെ വിട്ട് വരുമ്പോൾ ഐ കട്ട് മൈ ഹെയർ എന്ന് പറയും. അത് ശരിയാണോ? അത് തെറ്റാണ്. കാരണം ഐ കട്ട് മൈ ഹെയർ എന്നല്ല നമ്മൾ പറയേണ്ടത്, ഐ ഹാഡ് എ ഹെയർ കട്ട് എന്ന് പറയാം. ഓക്കെ, സോ ഐ ഹാഡ് എ ഹെയർ കട്ട് അല്ലെങ്കിൽ ഐ ഹാഡ് മൈ ഹെയർ കട്ട് എന്ന് വേണം പറയാം. ഐ കട്ട് മൈ ഹെയർ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ പൊതുവെ പറയുന്നതാണ്, ഞാൻ ചോദിക്കാം അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഈസ് മൈ ഫേവറേറ്റ് ജീൻസ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ജീൻസ് അങ്ങനെ നമ്മൾ പറയാം. നമ്മളെപ്പോഴും പറയുന്നതാണ്. കാരണം ഇപ്പോൾ ഒരു ജീൻസ് പറയുമ്പോൾ ദിസ് ഈസ് മൈ ഫേവറേറ്റ് ജീൻസ് എന്നും പറയും. പക്ഷേ ഇത് തെറ്റാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജീൻസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ജീൻസ്, ഷോർട്സ്, ട്രൗസേഴ്സ് എന്നൊക്കെ പറയുന്നത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അവിടെ ദിസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ദീസ് എന്ന് വേണം പറയുന്നത്. സോ ദീസ് ആർ മൈ ഫേവറേറ്റ് ജീൻസ്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദിസ് ഇസ് മൈ ഫേവറേറ്റ് പെയർ ഓഫ് ജീൻസ്. പെയർ ഓഫ് ജീൻസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ദിസ് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു പെയറാണ്, അപ്പോൾ അവിടെ ദിസ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ദിസ് ഇസ് മൈ ഫേവറേറ്റ് പെയർ ഓഫ് ജീൻസ് അല്ലെങ്കിൽ ദീസ് ആർ മൈ ഫേവറേറ്റ് ജീൻസ് എന്ന് വേണം പറയാൻ. ഇനി നമ്മളെപ്പോഴും പറയുന്നതാണ് പോലീസ് വരുന്നുണ്ട് എന്ന് പറയും. പോലീസ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ തന്നെ തെറ്റാണ്. പോലീസ് അല്ല, ഇറ്റ്സ് പോലീസ്. പോലീസ് ആണ്. അപ്പോൾ പോലീസ് വരുന്നുണ്ട് നമ്മൾ പൊതുവെ എങ്ങനെ പറയാറ്? ദ പോലീസ് ഈസ് കമ്മിങ്. ദ പോലീസ് ഈസ് കമ്മിങ് എന്ന് പറയും. അത് ശരിയാണോ തെറ്റാണോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ആ പോലീസ് എന്നുള്ള വാക്ക് തന്നെ തെറ്റാൻ കാരണം മലയാളത്തിൽ നമ്മൾ പോലീസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളതൊരു ഇംഗ്ലീഷ് വാക്കാണെന്ന് വിചാരിച്ചു. പക്ഷെ പോലീസ് എന്നുള്ളതിന്റെ മലയാളത്തിൽ നമ്മൾ പറയുന്നതാണ് പോലീസ് എന്നുള്ളത്. സോ എനിവേ നമ്മൾക്ക് പോലീസ് എന്ന് പറയുന്നത് എഗൈൻ നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്ന മറ്റൊരു വേർഡാണ് ഇംഗ്ലീഷിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ദ പോലീസ് ആർ കമ്മിങ് എന്നേ പറയാൻ പറ്റുള്ളൂ, ദ പോലീസ് ഇസ് കമ്മിങ് എന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ്. സോ ഓൾവേസ് റിമെമ്പർ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരിക്കലും പോലീസ് എന്ന് പറയരുത്, ഇറ്റ്സ് പോലീസ്. പോലീസ്. ഓക്കെ, ഓൾറൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഇപ്പം എനിക്ക് പറയണം ഫാബി അമ്മേനെ വിളിക്കാനൊന്ന് ഓർമ്മിപ്പിക്കണേ എന്ന് പറയണമെങ്കിൽ ഇങ്ങനെയായിരിക്കും പറയാ, പ്ലീസ് റിമെമ്പർ മീ ടു കോൾ മൈ മദർ. നമ്മളെപ്പോഴും പലർക്കും ബേസിക്കലി സ്റ്റുഡൻസിന് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന സംഭവമാണ് റിമെമ്പർ എന്ന് വെച്ചാൽ ഓർക്കുക. അത് വിചാരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കണേ എന്നുള്ളതിന് റിമെമ്പർ എന്ന് പറയും. പക്ഷെ
അതിനെ ഓർമ്മിപ്പിക്കണം എന്ന് പറയുമ്പോൾ റിമെമ്പർ അല്ല റിമൈൻഡ് ആണ്. ഓക്കെ, സോ പ്ലീസ് റിമൈൻഡ് മീ ടു കോൾ മൈ മദർ എന്ന് വേണം പറയാം. സോ റിമെമ്പർ അല്ല റിമൈൻഡ്. പ്ലീസ് റിമൈൻഡ് മീ ടു ടേക്ക് മൈ ഫോൺ, എന്നെ ഒന്ന് ഫോൺ എടുക്കാൻ ഓർമ്മിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ റിമൈൻഡ് ആണ്, റിമെമ്പർ അല്ല. കറക്റ്റ്. ഓൾറൈറ്റ്. സോ നെക്സ്റ്റ് ഇനി അടുത്തത് ഞാൻ ചോദിക്കാം. അടുത്തത് നമ്മളിപ്പോൾ അവനൊരു 5 വയസ്സുള്ള കുട്ടിയാണ്, അവൻ 5 വയസ്സാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് ഹീസ് എ 5 years old ബോയ്. 5 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ 5 എന്നുമ്പോൾ ഇയേഴ്സ് എന്നാക്കും, 5 വർഷത്തിന് നമ്മൾ പ്ലൂറലൈസ് ആക്കും. അത് ശരിയാണോ? 5 years old ബോയ് ആണോ? നമ്മൾ ബാക്കിയുള്ള സാഹചര്യങ്ങളിൽ ഇയേഴ്സിനെ എണ്ണാൻ വേണ്ടിയൊക്കെ ഇപ്പം ഞാനിവിടെ വന്നിട്ട് 5 വർഷമായെന്നാണെങ്കിൽ നമ്മൾ 5 years എന്ന് തന്നെ പറയാം. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾക്ക് ഒരാളുടെ വയസ്സാണ് പറയാനുള്ളത്. അപ്പം ആ സമയത്ത് നമ്മൾ ഹീസ് എ 5 year old ബോയ് എന്ന് പറഞ്ഞാൽ മതി. 5 year old ബോയ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇയർ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ് അവിടെ. സോ അഡ്ജക്റ്റീവ് ഒരിക്കലും നമ്മൾ പ്ലൂറൽ ആക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ബ്യൂട്ടിഫുൾസ് എന്ന് നമ്മൾ പറയില്ലല്ലോ, അതേപോലെ ഇയർ എന്നുള്ളത് ഇവിടെ ഒരു അഡ്ജക്റ്റീവ് ആണ്. നമ്മൾ ആ ബോയിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് 5 year old, 5 വയസ്സായത്. അപ്പോൾ ഒരിക്കലും ഇയേഴ്സ് എന്ന് അവിടെ പറയരുത്. സോ ഷീസ് എ 2 year old ഗേൾ, ഹീസ് എ 5 year old ബോയ്, അങ്ങനെ വേണം പറയാൻ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഐ മിസ് യു എ ലോട്ട്സ് എന്നൊക്കെ പറയും. നമ്മൾ മിസ് ചെയ്യുന്നത് കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ. അത് ശരിയാണോ? ശരിക്കും നമുക്ക് ഒരുപാട് എന്ന് കാണിക്കാൻ 2 രീതിയിൽ പറയാം. ഒന്നെങ്കിൽ a lot എന്ന് പറയാം, അല്ലെങ്കിൽ lots എന്ന് പറയാം. ഇതിലേതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ a lot അല്ലെങ്കിൽ lots. രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ല. സോ ഐ ലൈക്ക് ഹിം a lots അല്ല, ഐ ലൈക്ക് ഹിം a lot. അല്ലെങ്കിൽ ഐ മിസ് യു ലോട്ട്സ് എന്നൊക്കെ നമ്മൾ, എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള രീതി നമ്മൾ പറയുന്നത് ഐ മിസ് യു ലോട്ട്സ് എന്നൊക്കെ, ഐ ലവ് യു ലോട്ട്സ് എന്നൊക്കെ. പക്ഷെ നമുക്ക് മര്യാദക്ക് ഐ മീൻ അത്യാവശ്യം കാഷ്വൽ ആയിട്ടുള്ള രീതി പറയണമെങ്കിൽ നമുക്ക് പറയാം ഐ മിസ് യു എ ലോട്ട്. നെവർ സേ ഐ മിസ് യു എ ലോട്ട്സ്. ഫോർ എക്സാമ്പിൾ അവന് ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഹി ഹാസ് എ ലോട്ട് ഓഫ് ഡ്രസ്സസ് എന്ന് പറയും. എ ലോട്ട് ഓഫ് ഡ്രസ്സസ് അല്ലെങ്കിൽ ഹി ഹാസ് ലോട്ട്സ് ഓഫ് ഡ്രസ്സസ് എന്ന് പറയാം. കറക്റ്റ്. യാ, ഇനി ഞാൻ ചോദിക്കാം, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇപ്പോൾ ആരെങ്കിലും നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ പറയും ഷീസ് മൈ കസിൻ സിസ്റ്റർ അല്ലെങ്കിൽ ഹീസ് മൈ കസിൻ ബ്രദർ എന്നൊക്കെ പറയും. അത് ശരിയാണോ? അത് ആവശ്യമില്ല എന്നുള്ളതാണ്. അത് ശരിയാണോ തെറ്റാണെന്നുള്ളതിൻ്റെ അപ്പുറം ഹീസ് മൈ കസിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഹീ ഈസ് മൈ കസിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഹീ എന്ന് പറയുമ്പോൾ തന്നെ കസിൻ എന്ന് പറയുന്ന ആൾ ബ്രദർ ആണെന്ന് നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ? ഇപ്പോൾ ഫാബിനെ പറ്റി ഞാൻ ആരെങ്കിലും കാണിച്ചിട്ട് ഷീ ഈസ് മൈ കസിൻ സിസ്റ്റർ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം your gender is already like you know it's mentioned there when I say she. Okay, പിന്നെ നമ്മൾക്കവിടെ കസിൻ എന്ന് പറഞ്ഞാൽ മതിയോ, അല്ലെ റിഡൻഡൻസി ആയി പോകും. ഓക്കെ, സോ ഷീ ഈസ് മൈ കസിൻ അല്ലെങ്കിൽ ഹീ ഈസ് മൈ കസിൻ. കസിൻ എന്നുള്ളത് പിന്നെ ഒരു ജെൻഡർ ന്യൂട്രൽ നൗൺ ആണ്. ജെൻഡർ ന്യൂട്രൽ നൗൺ ആണ്. അപ്പോൾ അതിന്റെ കൂടെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷീ ഈസ് മൈ കസിൻ സിസ്റ്റർ അല്ലെങ്കിൽ ഹീ ഈസ് മൈ കസിൻ ബ്രദർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഷീ ഈസ് മൈ കസിൻ, ഹീ ഈസ് മൈ കസിൻ എന്ന് പറഞ്ഞാൽ മതി. സോ നമ്മൾ 10 സെൻറ്റൻസസ് കവർ ചെയ്തു. ബേസിക്കലി നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്ന കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ. നമ്മളിനി മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ കോമൺ മിസ്റ്റേക്സ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്ത് നെക്സ്റ്റ് ടൈമിൽ ചെയ്യാൻ ശ്രമിക്കാം. Until then, this is Akshay Abraham. This is Fabi. Signing off from Xello English. Thank you.